പിന്നെ മുത്തങ്ങ സംഭവത്തിന് ഞാനെടുത്ത് സിനിമ ചെയ്യുന്ന സമയത്ത് അത് ഫ്രഷാണ്. ഇപ്പോൾ ഈ നരിവേട്ട ചെയ്യുന്നത് 20 വർഷം കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഇന്ന് അതിൻ്റെ മുകളിൽ ഫോക്കസ് ഇല്ല. അന്ന് അതിൻ്റെ മുകളിൽ ഫോക്കസ് ഉണ്ട്. ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്തിട്ട് ഹിറ്റായിട്ടുള്ള ഒരാളാണ്. അത് കമേഴ്ഷ്യലി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ മുത്തങ്ങ വിഷയവുമായി സിനിമ എടുക്കാൻ പോകുന്നു എന്ന് അറിയുന്ന സമയത്ത് അതിൽ ഒരുപാട് പേർക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടന്റ് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഫോറസ്റ്റ് ഉള്ള ആൾക്കാരായിക്കോട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, പാർട്ടിക്കാരായിക്കോട്ടെ, പലർക്കും അതിൻ്റെ അകത്ത് താല്പര്യമുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് അവിടെ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെന്ന് വെച്ചാൽ ഇവരെ ഉപജീവിച്ച് ജീവിക്കുന്ന ഒരുപാട് ക്ഷുദ്രജീവികളുണ്ട്. പേര് പറഞ്ഞാൽ വലിയ വലിയ പേരുകൾ പോലും ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇവർക്ക് ജർമ്മനിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വളരെ ആത്മാർത്ഥമായ ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഞാൻ ആ സിനിമ എടുക്കുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫീലിങ്ങോട് കൂടി ഒരുത്തർ ഇതിൻ്റെ ഉള്ളിലേക്ക് പണിയാൻ വരുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ്. അവർ തന്നെ ശത്രുവായിട്ടേ കാണുന്നുള്ളൂ. ഒരു തരത്തിലും അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല അത്തരം കാര്യങ്ങളോടൊക്കെ.